CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി ചേരുന്നു. ശ്രീ അനിൽകുമാർ, ജോർജ് പൊടിപാറ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാകണം. ഇത്രയധികം, അതായത് ഏറ്റവും യോഗ്യനായ ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയിട്ട് പോലും എന്തുകൊണ്ട് അവിടെ വിജയിക്കാനായില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ജോർജ് പൊടിപാറ ചോദിച്ചത്. വി ഡി സതീശന് വലിയ തരത്തിൽ വി ഡി സതീശൻ്റെ മാത്രം വിജയം തന്നെയാണെന്ന് കൂടിയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. ശ്രീ അനിൽകുമാർ, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയം ഉപേക്ഷിച്ചൊരു സംഘടനയാണെന്നും അവരെ കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്നും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വി ഡി സതീശൻ നിർബന്ധിതമായത് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉളവാക്കും. ഇപ്പോൾ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പങ്കാളിത്തം കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന കോൺഗ്രസിന്റെ സമീപനത്തിനെതിരായി കേരളത്തിലെ മതനിരപേക്ഷ ചിന്താഗതികൾക്കിടയിൽ ശക്തമായ വാദമുഖങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ മത തീവ്രവാദത്തെ ന്യൂനപക്ഷ മത തീവ്രവാദത്തെ ചെറുക്കാൻ ശേഷിയുള്ളൊരു സംഘടനയാണ്. അതുകൊണ്ട് ഞങ്ങളാണ് SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇസ്ലാമിക സമൂഹത്തിൽ ചെറുക്കുന്നത് എന്ന വാദമാണ് എല്ലാ കാലത്തും ലീഗ് ഉയർത്തിക്കൊണ്ടിരുന്നത്. മുസ്ലിം ലീഗ് പലപ്പോഴും SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരായി പലവിധ ക്യാമ്പയിനുകളും നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ തങ്ങളുടെ തീവ്രവാദ രാഷ്ട്രീയത്തിനെതിരായ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ മത തീവ്രവാദത്തിനെതിരായ ഒരു അകലം അവർ കൃത്യമായി സൂക്ഷിച്ചിരുന്നു. ആ അകലം ഇല്ലാതെയായെന്ന് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി വന്നപ്പോ പച്ചക്കൊടി ഉയർത്താനുള്ള അനുവാദം ലീഗിനുണ്ടായില്ല. വെൽഫെയർ പാർട്ടിയുടെ കൊടിയുടെ കീഴിൽ പോയി ലീഗിന് നിൽക്കേണ്ടി വന്നിരിക്കുന്നു. ഇതാണ് പുതിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധി UDF അഭിമാനകരമാണ് എന്ന് തൽക്കാലം വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവർക്ക് വാദിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒത്തുതീർപ്പാണ് നിലമ്പൂർ ഉടമ്പടി. പാപപങ്കിലമായ ഉടമ്പടിക്ക് കേരളത്തിലെ കോൺഗ്രസ് നൽകേണ്ടി വരുന്ന വില ചെറുതാവില്ല എന്ന് കോൺഗ്രസിനെ വരുന്ന കേരള ചരിത്രം പഠിപ്പിക്കാൻ പോവുകയാണ്. ശ്രീ അനിൽകുമാർ, ഒരുപക്ഷേ ഈ ജോർജ് പൊടിപാറ പറഞ്ഞതുപോലെ തന്നെ ഈ വി ഡി സതീശൻ സ്ട്രാറ്റജിയാണ് അവിടെ വിജയിച്ചതെന്നാണ് കോൺഗ്രസിലെ ഇപ്പം അദ്ദേഹം ജോർജ് പൊടിപാറ അടക്കമുള്ളവർ നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ സ്ട്രാറ്റജി സതീശൻ്റെ തന്ത്രം അൻപേ പരാജയപ്പെട്ടതാണെന്ന് ഈ പിന്നീടുള്ള ദിവസങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കാണുകയും ചെയ്തു. ഇപ്പോൾ ഉയരുന്നത് സതീശനെതിരെ വലിയ തരത്തിലുള്ള പടയിറക്കം കോൺഗ്രസിൽ നടക്കുകയാണ്. മുതിർന്ന നേതാക്കൾക്ക് ആർക്കും അഭിപ്രായമില്ല സതീശനെടുത്ത ഈ തന്ത്രത്തോട്. അതിലേറ്റവും പ്രധാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട്, അതോടെ PV അൻവർ വിഷയത്തിലെടുത്ത നിലപാട്. ഇതെല്ലാം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സതീശൻ എടുത്ത ഈ ജമാഅത്തെ മതരാഷ്ട്രവാദികളുമായുള്ള നിലപാട് ഭാവി കേരളത്തെ അപകടകരമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള വലിയ തരത്തിലുള്ള മതനിരപേക്ഷവാദികൾക്ക് വലിയ ആഘാതമുണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു സതീശൻ്റെത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടാകുന്ന UDF ഉണ്ടായിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധി, വലിയ തമ്മിലടി എന്ന് തന്നെ പറയാം. ഒരു വിജയം അവരെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയും ചെയ്യുന്നു. ശ്രീ അനിൽകുമാർ, അല്ല, വിരുദ്ധ താല്പര്യങ്ങൾ നിരന്തരമായി ഏറ്റുമുട്ടുന്നു. ആ ഏറ്റുമുട്ടുന്ന താല്പര്യങ്ങൾ സ്ഥാപിത താല്പര്യങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരൊറ്റ അജണ്ടയിലാണ് അത് കെട്ടിപ്പടുക്കാൻ അവർ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായി ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം വളരെ ഫലപ്രദമായി ഇന്ത്യ രാജ്യത്ത് BJP നടത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ന്യൂനപക്ഷ വേട്ടയെയും ചെറുക്കുക. ആ ചെറുക്കുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ എങ്ങനെയാണ് മതന്യൂനപക്ഷങ്ങളെ ഒരുമിപ്പിക്കാനാവുക? അതിന് നുണ നിർമ്മിക്കണം. അങ്ങനെ നുണ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു ടൂൾ മാത്രമാണ് PV അൻവർ. ഇടതുപക്ഷം ദേശീയ തലത്തിലും കേരളത്തിലും എടുക്കുന്ന സുചിന്തിതമായ RSSനെതിരായ പോരാട്ടം ഫലപ്രദമെന്ന് സഞ്ചരിക്കുന്നുവെന്ന തെറ്റായ വ്യാഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട വലതുപക്ഷത്തിന്റെ ടൂൾ മാത്രമാണ് PV അൻവർ. ടൂളിനെ ഉപയോഗിച്ച് താൽക്കാലികമായി ചില കാര്യങ്ങൾ അവർ പ്രചരണം നടത്തി. തൽക്കാലം നിലമ്പൂരിൽ അവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായി. നിലമ്പൂരിലെ നേട്ടം കേരളത്തിലെ UDFന്റെ നഷ്ടമായി തീരുമെന്ന് അധികകാലത്തേക്ക് അവർ പഠിക്കാൻ പോകുന്നു. യെസ്, അത് തന്നെയാണ് ശ്രീ അനിൽകുമാർ. നിലമ്പൂരിലെ നേട്ടം കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് ഭാവി കാലത്തെ നഷ്ടമാണ്. രാഷ്ട്രീയ കേരളം അങ്ങനെ തന്നെയാണ് വിലയിരുത്തുകയും ചെയ്യുന്നത്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, ജോർജ് പൊടിപാറ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.